റവന്യൂ അധികൃതരുടെ ഉദാസീനത കൊണ്ട് നഷ്ടപ്പെട്ട ഭൂമി അത് വീണ്ടെടുക്കാനായി 17 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് പാല നീലൂർ സ്വദേശിയായ ചാക്കോ എന്ന ഭിന്നശേഷിക്കാരനും ഭാര്യ ഡേസി. നീതി ലഭ്യമാകാതെ വന്നതോടെ ഇവർ പാല സിവിൽ സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരമൊക്കെ നടത്തി. റവന്യൂ ഉദ്യോഗസ്ഥർ തെറ്റായി മറ്റൊരാൾക്ക് പോക്കുവരവ് ചെയ്ത് നൽകിയ സ്ഥലം തങ്ങൾക്ക് തിരികെ പോക്കുവരവ് ചെയ്ത് നൽകണമെന്നുള്ളതാണ് എന്തായാലും ഇവർ ഉന്നയിക്കുന്ന ഒരാവശ്യം. 1986 വിലയാധാര പ്രകാരം വാങ്ങി രാമപുരം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത 4 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ചാക്കോയ്ക്ക് പിന്നീട് നടന്ന റീസർവേ സമയത്ത് നഷ്ടമായത്. മറ്റൊരാളുടെ പേരിൽ ഭൂമി പോക്കുവരവ് ചെയ്തതോടെ ഇവർക്ക് തങ്ങളുടെ വസ്തുവകകൾ നഷ്ടമായി. 2008 മുതൽ ഓഫീസുകൾ കയറിയിറങ്ങുകയും മന്ത്രിമാർ, ജില്ലാ കളക്ടർ, കോടതികൾ എന്നിവിടങ്ങളിലടക്കം പരാതി നൽകുകയും ചെയ്തു. 2018 RDO തെറ്റായി പോക്കുവരവ് ചെയ്ത ഉത്തരവ് റദ്ദാക്കി നൽകിയെങ്കിലും 7 വർഷം കഴിഞ്ഞിട്ടും ശരിയായ പോക്കുവരവ് രേഖ ഇവർക്ക് ലഭിച്ചിട്ടില്ല. RDOയ്ക്ക് കൊടുത്ത് അത് റദ്ദ് ചെയ്ത് ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്തു തരാം, അത് റദ്ദ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നായിരുന്നു 2017 അവർ പറഞ്ഞ്. അത് 2018 റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്തതിന് ശേഷം RDOയ്ക്കെതിരെ എതിർകക്ഷികൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് 2018 ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് ഈ കേസ് തടസ്സമല്ല, ചാക്കോയ്ക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കാനെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഇടക്കാലം ഉത്തരവിട്ടിരുന്നു. ആ പോക്കുവരവിൽ ഞങ്ങളിവിടെ അപേക്ഷ കൊടുത്തു വന്നാലും ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് തന്നില്ല. കോടതിയുടെയും കളക്ടറുടെയും ഉത്തരവുകൾ സമ്പാദിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. കോടതി നൽകുന്ന ഉത്തരവുകൾക്ക് അപ്പീൽ നൽകാൻ മറുകക്ഷിക്ക് സമയം നൽകാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. കാത്തിരുന്ന് മടുത്തതോടെ ഭിന്നശേഷിക്കാരനായ 78-കാരൻ ചാക്കോയും ഭാര്യ ഡേസിയും സമരവുമായി പാല സിവിൽ സ്റ്റേഷന് മുന്നിലെത്തി. ഉച്ചയോടെ തഹസിൽദാർ നേരിട്ടെത്തി ഇവരുമായി സംസാരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയത് ഈ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. അതിനുശേഷം നമ്മുടെ ഫയലുകളെല്ലാം ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ ഫയൽ തിരിച്ചു കിട്ടിയിട്ടില്ല. ആ ഫയൽ തിരിച്ചു കിട്ടിയതിന് ശേഷം സർവേ റെക്കോർഡുകളും അവരുടെ കൈവശവും പരിശോധിച്ചിട്ട് പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇത്തവണയെങ്കിലും അധികൃതരുടെ വാക്ക് പഴവാക്കാകില്ലെന്ന വിശ്വാസത്തിൽ ചാക്കോയും ഡേസിയും മടങ്ങുകയായിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം.